മഞ്ഞുപാളികൾക്കിടയിൽ നിന്നും മരണപ്പെട്ട മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ മൃതദേഹം 56 വർഷങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു. മരണപ്പെട്ടിട്ട് 56 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും കേടുപാടുകൾ ഇല്ലാതെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഒരു മനുഷ്യനോ മറ്റ് ജീവജാലങ്ങൾക്കോ സാധാരണ കാലാവസ്ഥയിൽ മരണം സംഭവിച്ചാൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ജഡം ജീർണിച്ചു തുടങ്ങും. എന്നാൽ മഞ്ഞുവീഴ്ചയുള്ള പ്രദേശങ്ങളിൽ വെച്ചാണ് മരണം സംഭവിക്കുന്നതെങ്കിൽ ജഡത്തിനുമേൽ പല പാളികളായി മഞ്ഞു വന്നു വീണ് അവ കണ്ടെത്താനാവാത്ത വിധത്തിൽ മൂടപ്പെട്ടു പോകും. മഞ്ഞുകൂമ്പാരത്തിനുള്ളിൽ കാലങ്ങളോളം ജഡം അതേപടി കേടുകൂടാതെ തുടരുകയും ചെയ്യും. 22 വർഷങ്ങൾക്ക് മുൻപ് പെറുവിലെ മഞ്ഞുവീഴ്ചയിൽ കാണാതായ ഒരു പർവ്വതാരോഹകന്റെ ജഡവും ഏതാനും മാസങ്ങൾക്ക് മുൻപ് ലഭിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലം മഞ്ഞുരുകിയതിനെ തുടർന്നാണ് അദ്ദേഹത്തിന്റെ ശരീരം മഞ്ഞുകൂനയിൽ നിന്നും വെളിവായത്. അദ്ദേഹത്തിന്റെ ശരീരവും വസ്ത്രങ്ങളുമെല്ലാം മരണസമയത്തേതുപോലെ തന്നെ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഒരു ശരീരം ജീർണിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് താപനില തന്നെയാണ്. അതിനു പുറമെ ഈ പ്രക്രിയയിൽ ബാക്ടീരിയകളും പ്രാണികളും സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഇത്തരം ജീവികൾക്ക് നിലനിൽക്കാൻ ആവശ്യമായ താപനില ഇല്ലെങ്കിൽ ഇവ സജീവമാകില്ല. അതിശൈത്യമുള്ള മേഖലകളിൽ ഇത്തരം ജീവികൾക്ക് പ്രവർത്തിക്കാനാവില്ലെന്നത് തന്നെയാണ് മഞ്ഞുമലകളിൽ വെച്ച് മരണപ്പെടുന്നവരുടെ ജഡം പതിറ്റാണ്ടുകൾക്ക് ശേഷവും അതേ നിലയിൽ തുടരുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. മഞ്ഞുമൂടിയ പ്രദേശങ്ങളിൽ വെച്ച് മരണപ്പെടുന്നവരുടെ ശരീരകോശങ്ങൾ ശീതീകരിച്ച നിലയിൽ അതാത് സ്ഥാനങ്ങളിൽ തന്നെ തുടരും. ഇത് ദ്രവീകരണ പ്രക്രിയയെ അക്ഷരാർത്ഥത്തിൽ തടഞ്ഞു നിർത്തുകയാണ് ചെയ്യുന്നത്. കാറ്റിൽ നിന്നും വെളിച്ചത്തിൽ നിന്നും മൃതദേഹങ്ങളെ സംരക്ഷിക്കുന്ന വിധത്തിൽ മഞ്ഞൊരു ഇൻസുലേറ്ററായി പ്രവർത്തിക്കുന്നതും ജഡങ്ങൾ അവയ്ക്കുള്ളിൽ മാറ്റം ഏതുമില്ലാതെ തുടരുന്നതിന് കാരണമാകുന്നുണ്ട്. 56 വർഷം എന്നത് നീണ്ട കാലയളവായി തോന്നുമെങ്കിലും നൂറുകണക്കിനും ആയിരക്കണക്കിനും വർഷങ്ങൾക്ക് മുകളിൽ വരെ ജഡങ്ങൾ മഞ്ഞിനുള്ളിൽ സംരക്ഷിക്കപ്പെടുമെന്നതാണ് വസ്തുത. 1991 ആൽപ്സ് പർവ്വതനിരയിൽ നിന്നും കണ്ടെത്തിയ ഒരു ജഡം മറ്റൊരു ഉദാഹരണമാണ്. ജഡം കണ്ടെത്തിയ സമയത്ത് അത് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് പർവ്വതം കയറിയ ഏതോ വ്യക്തിയുടെ അവശിഷ്ടങ്ങളാകുമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. എന്നാൽ പിന്നീട് നടത്തിയ സൂക്ഷ്മമായ പരിശോധനകളിൽ 3300 BC മരിച്ച വ്യക്തിയുടെ ജഡമാണിതെന്ന് തെളിഞ്ഞു. അദ്ദേഹത്തിന്റെ ശരീരത്തിലെ കലകളും ആമാശയത്തിൽ അവശേഷിച്ച ഭക്ഷണവും വരെ അന്ന് കണ്ടെത്താനായെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഐസ്മാൻ എന്ന പേരിലാണ് ഈ ജഡം അറിയപ്പെടുന്നത്.